ഏതു രാജ്യത്തെയും മുസ്ലിം ജനസംഖ്യ 1% ആണെങ്കിൽ അവരായിരിക്കും ആ രാജ്യത്തെ ഏറ്റവും വലിയ സമാധാന പ്രേമികൾ. അവർ ആർക്കും തന്നെ ഭീഷണിയാവില്ല. ലേഖനങ്ങളിലും സിനിമകളിലും കഥകളിലും ഒക്കെ മാനവ സ്നേഹത്തെയും ഐക്യത്തെയുമൊക്കെ പ്രതീകമായി അവർ വാഴ്ത്തപ്പെടും. അമേരിക്ക -1%, ആസ്ട്രേലിയ 1.5%, കാനഡ -1.9%, ചൈന 1-2%, ഇറ്റലി -1.5%, നോർവേ 1.8%. എന്നീ രാജ്യങ്ങൾ ഉദാഹരണം. മുസ്ലിം ജനസംഖ്യ 2 മുതൽ 3 വരെ ശതമാനത്തിൽ. ഏത് രാജ്യത്തും മുസ്ലിം ജനസംഖ്യ 2 മുതൽ 3% വരെ ആകുമ്പോൾ അവർ മറ്റ് ന്യൂനപക്ഷങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ തുടങ്ങും. ഒപ്പം ജയിൽവാസം അനുഭവിക്കുന്ന പ്രതികളിൽ നിന്നും തെരുവുഗുണ്ടകളിൽ നിന്നും ഒക്കെ പരിവർത്തനം ചെയ്ത് പുതിയ ആളുകളെ കൂട്ടാൻ ശ്രമിക്കും. ഉദാഹരണമായി ഡെൻമാർക്ക് 2%, ജർമ്മനി 3.7%, യുണൈറ്റഡ് കിങ്ഡം 2.7%, സ്പെയിൻ 4%, തായ്ലാന്റ് _4.6%. മുസ്ലിം ജനസംഖ്യ 5% ആകുമ്പോൾ. ജനസംഖ്യ 5% ആയിക്കഴിയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിലും വിശ്വാസങ്ങളിലും അവർ ഇടപെട്ടു തുടങ്ങും. ഇസ്ലാമിക നിയമമനുസരിച്ച് വധിക്കുന്ന ജന്തുക്കളുടെ ഹലാൽ മാംസം വേണം ഭക്ഷിക്കാൻ എന്ന് സമുദായക്കാർക്ക് ഇടയിലെങ്കിലും അവർ ശഠിക്കും. ഒപ്പം ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെടുകയും അതുറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സൂപ്പർമാർക്കറ്റുകളിലും മറ്റും ഹലാൽ ഭക്ഷണം വിൽക്കണമെന്നും അവർ ആവശ്യപ്പെടും. നടപ്പായില്ലെങ്കിൽ അക്രമഭീഷണി മുഴക്കുകയും ചെയ്യും. ഉദാഹരണം ഫ്രാൻസ് -8%, ഫിലിപ്പീൻസ് -5%, സ്വിറ്റ്സർലൻഡ് 4.3%, നെതർലാൻഡ്സ് -5.5%, സ്വീഡൻ 5%, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ 5.8%. മുസ്ലിം ജനസംഖ്യ 10%-ലെത്തുമ്പോൾ. ഈ നിലയിലെത്തിയാൽ സർക്കാരിനോട് മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് നിയമമനുസരിച്ച് ജീവിക്കാനുള്ള അധികാരം വേണമെന്ന് അവകാശപ്പെടും. ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണം എന്നും അതിന്റെ മുന്നോടിയായി ലോകം മുഴുവൻ ശരീഅത്ത് നിയമം നടപ്പിലാക്കുക എന്നതുമാണ്. ഏതു രാജ്യത്തും ഇസ്ലാമിക ജനസംഖ്യ 10% ആയാൽ അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചും ശരീഅത്ത് നിയമമില്ലാത്തതിനെക്കുറിച്ചും പരാതി പറയാൻ തുടങ്ങും. ഇസ്ലാമിനെതിരായ ഏതു നീക്കത്തിനെതിരെയും പരാമർശത്തിനെതിരെയും വ്യാപകമായ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും. പാരീസിലെ കാറു കത്തിക്കലും മുഹമ്മദിനെക്കുറിച്ച് കാർട്ടൂൺ വരച്ചു എന്നാരോപിച്ച് ആംസ്റ്റർഡാമിൽ ഉണ്ടായ സംഘർഷവും ഓർമ്മിക്കുക.